അയ്യോ, എനിക്ക് പണി തരാൻ റെഡിയായിട്ട് നിൽക്കല്ലേ? ഓടോ. മാല എവിടെ? സാർ, ഈ മാല ആരാ ഒന്ന് കഴുത്തിലിട്ട് തരുന്നത്? ഒന്ന് വേഗം ഇട്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായടാ. ആഹാ, ബ്രില്യന്റ് ക്യാച്ച്. അന്ന് നിന്റെ ടേൺ, ഇന്ന് എന്റെ ടേൺ. എങ്ങനെയുണ്ട് മോള് ഈ പിടുത്തം? ഇന്ന് മുതൽ മാല പടക്കം പോലെ അങ്ങ് തുടങ്ങുമല്ലേ? ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാം കഴിഞ്ഞല്ലോ. ലിസൺ ടു മീ കെയർഫുള്ളി, ബി സീരിയസ്. ഈ മധുര സിറ്റിയുടെ ചുറ്റളവ് എത്രയാണെന്നറിയാമോ? തലയിലെ തൊപ്പേക്കാളും വലുതാണല്ലോ നിങ്ങളുടെ കുടവയർ. അതെന്താ? നിന്റെ കോടല് വെളി വരും. നാണം കെട്ടവന്മാര്. 25 കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഈ സിറ്റി, ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു കമ്മീഷണർ, 7 ACP, ഒരു ACPക്ക് താഴെ 56 ഇൻസ്പെക്ടർ, 76 സബ് ഇൻസ്പെക്ടർ, 562 കോൺസ്റ്റബിൾസും ഉണ്ട്. എന്നിട്ട് എന്താണ് ഇത്രയും കുറ്റങ്ങൾ ഇവിടെ നടക്കുന്നത്? പിടിച്ചുപറി, പോക്കറ്റടി, അങ്ങനെ 1412. സേട്ടുകടയിൽ ദ്വാരമിടുന്നു, ആളില്ലാത്ത വീട്ടിൽ എത്തിനോട്ടം, അങ്ങനെ 626. ഇങ്ങനെ മുഴുവനും ഒരു 50 ഗാങ് ആയിട്ട് പിരിഞ്ഞിരിക്കുക. കൊട്ടേഷൻ സംഘം, അടിപിടി കേസ്, അങ്ങനെ ഒരു 15 ഗാങ്. ആ 15 ഗാങ്ങിൽ ഒരു 416 റൗഡികളുണ്ട്. ഇതുവരെ നടന്നതെല്ലാം പോയിക്കോട്ടെ. ഇനി മുതൽ, ഈ നിമിഷം മുതൽ മധുരയിൽ കൊല, കൊള്ള, കൊട്ടേഷൻ, റൗഡീസം, ഇല്ലീഗൽ ബിസിനസ് എന്തെങ്കിലും നടന്ന് കണ്ടാൽ ചെരിപ്പൂരി അടിക്കും ഞാൻ. വല്ല കാര്യമുണ്ടോ? മനസ്സിൽ സുരേഷ് ഗോപിയാവുന്ന വിചാരം. ആക്ഷൻ എടുക്കുന്നവന്റെ കയ്യും കാലം വെട്ടിയെടുക്കും ഞാൻ. ആക്ഷനും എടുക്കാൻ പാടില്ല, റിയാക്ഷനും കാണിക്കാൻ പാടില്ല. കാരണം എന്താ? അതെ, എല്ലാവരും എന്റെ മാമനും മച്ചാനും ഒക്കെയാ. മനസ്സിലായല്ലോ? പറഞ്ഞത് മനസ്സിലായില്ല. എന്താണാവോ പറഞ്ഞത്? അതായത് തുടക്കമെല്ലാം അടിപൊളിയായിരിക്കും, പിന്നീടല്ലേ നിക്കറ് കീറുന്നത്. സാറേ, യെസ്. അതെ, അകത്തേക്ക് പോയി ചാർജ് എടുത്താലോ? പല പോലീസുകാരും ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടോ? എൻ്റെ ചാർജ് കാണിക്കട്ടെ. അമ്മാവോ, ഈ മാമൻ എന്നോട് പോലീസായിട്ട് ചാർജ് എടുക്കാൻ പറയുവാ. ചാർജ് എടുത്തേക്കട്ടെ ഞാൻ? ശരി, ഓക്കേ. ഐ എം വെരി ഹാപ്പി. ഹലോ ഹലോ, ഹായ്. ഇങ്ങതാ ഹായ്. അവന്റെ തലയെ വരച്ചത് എന്റെ. ഡെപ്യൂട്ടി കമ്മീഷണർ മിസ്റ്റർ ശക്തി ക്രൈം റേറ്റ് കുറച്ച് വിജയം കൈവരിച്ചിരിക്കുന്നു. മിസ്റ്റർ ശക്തിയുടെ മുത്തച്ഛൻ പോലീസ് ഉദ്യോഗത്തിൽ വെച്ച് തന്നെ നെഞ്ചിൽ വെടിയുണ്ടയേറ്റാണ് മരിച്ചത്. ആ വീരപരമ്പരയിൽ നിന്ന് വന്ന DC മിസ്റ്റർ ശക്തി ലോകമെമ്പാടും വിശ്വസിച്ചിരിക്കല്ലേ. ഇതൊന്നും പോരാതെ ബ്ലീഡിംഗും നടന്നിരിക്കുവല്ലേ. വീര ഉദിരം. അതുപോലെ തന്നെ ഈ വർഷത്തെ ബെസ്റ്റ് കേഡർ അവാർഡ് ഗോസ് ടു മിസ് ഐശ്വര്യ. സർ, കുട്ടികളോട് എന്തെങ്കിലും ഒരു വാക്ക്? അയ്യോ, എനിക്ക് ഈ സ്റ്റേജിലൊന്നും സംസാരിച്ച് വലിയ പരിചയമില്ല. വേറെ പലതിലുമാണല്ലോ നിനക്ക് പരിചയം. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ആരെങ്കിലും ഒരാളെ മുമ്പോട്ട് വരൂ. അതായത് നിങ്ങളൊരു ബാഗുമായിട്ട് പോകുന്നു. ബാക്കിലാണല്ലോ ഇവന്റെ ഫീലിങ്സും. ഇങ്ങ വന്നേ. ഞാനോ? നീ തന്നെ ഇങ്ങ വാ. ഇതിനകത്ത് എന്റെ റോൾ എന്തുവാണോ? ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കാൻ, കണ്ടോളൂ. ബാഗ് പിടിക്കുന്ന പോലെ നന്നായിട്ട് മുറുക്കി പിടിക്കും. ഇങ്ങനെ കയ്യെ പിടിക്കുമ്പോ ലൈക്ക് ദിസ്. റൈറ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ലെഗ് അറ്റ് ദ സെയിം ടൈം, ലൈക്ക് ദിസ് ആൻഡ് അറ്റാക്ക്. സിമ്പിൾ. കം ഓൺ, കം ഓൺ, കം ഓൺ.
എസോ എന്റെ കൈയെ പിടിച്ചേ, നന്നായിട്ട് മുറുക്കി പിടിക്കേ. ആ, ലൈക്ക് ദിസ് ആൻഡ് അറ്റാക്ക്. ഇവൻ ആരാ? തച്ചോളി വർഗീസ് ചേകവരോ? എനി അതർ വോളണ്ടിയേഴ്സ്? സാർ എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാലോ? ദൈവമേ, നിനക്കൊരാപത്തും ഉണ്ടാകില്ല. നീ കാരണം മറ്റുള്ളവർക്ക് ആപത്ത്. മൂദേവി. ഓക്കെ, ഇപ്പോ സപ്പോസ് ഒരു അക്യൂസ്ഡ് തന്റെ നേരെ കത്തി എടുത്ത് കുത്താൻ വരുന്നു. ഞാൻ ചെയ്ത് കാണിക്കാം എന്താണെന്ന് നോക്കിയോ. ഒരു കത്തി എടുത്ത് കുത്തുന്ന പോലെ വാ വാ വാ. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം. തട്ടിയിട്ട് ഒരടി. മൂക്ക് നോക്കി വേണം അടിക്കാൻ. ചെയ്ത് കണ്ടില്ലേ? ഇപ്പൊ കണ്ടല്ലോ. വേണ്ടായിരുന്നോടി പൊണ്ണത്തടിച്ചി. ഇപ്പോ സപ്പോസ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയ എന്തെങ്കിലും കൈ കിട്ടുന്നത് അവിടെ ഉണ്ടെങ്കിൽ ആ കണ്ടോ, ഇതുപോലൊരു കമ്പ് കിട്ടിയാ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തേക്കണം. ഇവൻ എന്തോ പ്ലാൻ ചെയ്യുവാ. ഇതെന്താ? ഇത് ഒരു അഭ്യാസവാ. കമോൺ കമോൺ കമോൺ. വാടി. ബ്രില്യന്റ് അറ്റാക്ക്. പ്രസൻസ് ഓഫ് മൈൻഡ് ഇങ്ങനെ ഉണ്ടാവണം. കമ്പ് കൊണ്ട് തലക്കടിക്കൂന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കൊല്ലാൻ നോക്കുമായിരുന്നോടാ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. പക്ഷേ ഇത് ചെയ്ത് കാണിക്കാൻ ഞങ്ങളുടെ ആൾക്കാർ തന്നെ വേണം. കാരണം മനസ്സിന് ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. മാഡം, എന്റെ അടുത്തേക്കൊന്ന് വരൂ. ഇരിക്കൂ, കിടക്കൂ. ഇങ്ങനെ പോയാൽ ഇവിടെ തന്നെ ഫസ്റ്റ് നൈറ്റും ആഘോഷിച്ച് പ്രസവവും കഴിയും. ഈ പൊസിഷനിൽ ക്രോൾ ചെയ്ത് മുള്ളുവേലിയുടെ അടിയിൽ കൂടി പുറത്തു വരണം. ഇറ്റ്സ് ആർമി ട്രെയിനിങ്. ഇങ്ങനെ ദിവസവും ചെയ്താൽ പാനി പിടിച്ച് ചാകേണ്ടി വരും. കൈയുടെ മുട്ടിനും കാലിന്റെ മുട്ടിനും നല്ല സ്ട്രെങ്ത് ആയിരിക്കും. ഇപ്പൊ മേഡം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കും. കമോൺ ഗേൾസ്. കൈയടിച്ചേ, എല്ലാവരും കൈയടിക്ക്. അടിക്കടിക്ക്, എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. അടിക്കേ, കണ്ടില്ലേ മാഡത്തിന്റെ കലാപ്രകടനം? ഐ ലൈക്ക് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ അടുത്തുനിന്ന് ഇനിയും ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാരും അടിക്കേ. മതി മതി.